ഈ ലോകത്തുള്ള ഏറ്റവും തമ്മാടികളായിട്ടുള്ള ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നുകൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ ആക്രമിച്ചു. ആയി സന്തോഷിക്കുക. നമുക്ക് ഇന്ത്യയിൽ എല്ലാവർക്കും സന്തോഷിക്കാം. ഈ ലോകത്തുള്ള എല്ലാവർക്കും സന്തോഷ വാർത്ത വരികയാണ്. സന്തോഷ വാർത്ത എന്താ അറിയോ? എലക്ഷൻ വരാൻ പോവുകയാണ്. എന്ന് 9-ാം തീയതി 10-ാം തീയതി തൊട്ടുങ്ങാണ്. 10-ാം തീയതി തൊട്ട് എഴുതി വെച്ചോൾ. 10-ാം തീയതി തൊട്ടുങ്ങാണ് ഏകദേശം 5-6 ദിവസം കൊണ്ട് നമ്മൾ വാങ്ങുന്ന പെട്രോളിനും ഡീസലിനും ഏകദേശം 20 രൂപ കൂടും. ഒരു സംശയം വേണ്ട. 20 പെട്രോൾ മാത്രമല്ല കേട്ടോ കൂടുക, നമ്മുടെ ആവശ്യ സാധനം അരി എല്ലാ സാധനത്തിനും പൈസ കൂടും. ഒരു സംശയം വേണ്ട. നമ്മൾ മനസ്സിലാക്കാൻ അറിയോ? അറബ് രാജ്യം ഇപ്പൊ കേട്ടറിവ് പ്രകാരം ഇപ്പൊ നമ്മൾ വരുന്ന ന്യൂസുകൾ, അൽ ജസീറ പോലുള്ള ന്യൂസുകൾ വരുന്ന പ്രകാരം പറയുകയാണെങ്കിൽ എന്താ അറിയോ? ഇറാൻ എന്ന രാജ്യത്തിൽ ആണവായുധം ഉണ്ട് പറഞ്ഞാണ് പിന്നെ യുദ്ധം ചെയ്യാമെന്ന് അമേരിക്ക. ശരിക്കും അമേരിക്ക ചെയ്ത് അതിന് വേണ്ടിയിട്ടല്ല, പൈസക്ക് വേണ്ടിയിട്ടാണ്. കാരണം അറബ് രാഷ്ട്രങ്ങൾ ഇറാൻ എന്ന രാജ്യത്ത് എന്താ പറയുക എല്ലാ വിധത്തിലും ഉയർച്ചയോടെ എല്ലാ ആയുധങ്ങളും ഉണ്ടാക്കി ഒരു ഉയർച്ചയിലേക്ക് വരുന്നു. അത് കണ്ണ് പിടിക്കാത്ത അസൂയ മൂത്ത് എന്താ അറിയോ അവർക്ക് എന്താ അറിയോ എല്ലാ രാജാക്കന്മാരെ അധികാരം നഷ്ടപ്പെടുള്ള പേടി കൊണ്ട് അമേരിക്കനെ കരിവാക്കി, അമേരിക്ക എന്ന ഗുണ്ടകളെ കരിയാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന നരഭോജികളെ കരിയാക്കിക്കൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. അതിൽ നമ്മളെല്ലാവരും അനുഭവിക്കണം. ആ സംഖ്യ നിങ്ങളും അനുഭവിക്കണം, നിങ്ങളും കൊടുക്കണം. നമ്മൾ എല്ലാവരും സംഖ്യ എന്നാണ് പറഞ്ഞത്. ഇപ്പം പെട്ടുകൊണ്ടിപ്പോൾ ഞാൻ സംഖ്യയാണ്, എനിക്ക് 100 രൂപ തരണം, നടക്കൂല, ഒന്നും തരൂല. നിങ്ങൾ വെട്ടുമടിച്ച് വണ്ടി പോകില്ല. നിങ്ങൾ പോയി അരി വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പോൾ 45 രൂപ അരിയാണ്. കുറച്ച് കഴിഞ്ഞാൽ 60, 70, 80 ഒക്കെ ആവും. നിങ്ങൾ സംഖ്യ എന്ന് പറഞ്ഞാൽ തെരുവൂല. അവർ ഒരു കണക്കാൻ തെരുവൂല, എങ്കിൽ തിന്നണ്ടെന്ന് അറിയുള്ളൂ. അങ്ങനെ സംഭവിക്കുക. എല്ലാവരും ലോകത്തുള്ള എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം യുദ്ധം നടന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടോ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എന്ത് കാര്യം? ഒരു കാരണവുമില്ല. ഇറാൻ രാജ്യം ശക്തമായി തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്ക് പോലും, ഒരു ഇഞ്ച് പോലും താഴോട്ട് പോകുന്നില്ല. കുറെ പാവപ്പെട്ട ജനങ്ങൾ മരിക്കുന്നുണ്ട്, കുറെ നേതാക്കൾ കൊല്ലാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ട് ഇറാൻ എന്ന രാജ്യത്തിന് നഷ്ടപ്പെട്ടത്, ഞാൻ ഉദാഹരണം പറയുകയാണ്, ഇറാൻ എന്ന രാജ്യത്തിന് നഷ്ടപ്പെട്ടത് $100 ബില്യൺ ആണെങ്കിൽ അതേപോലെ തന്നെ 13-12 രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന് ഇതിൻ്റെ ഡബിൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇത് ഡബിൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യ അങ്ങനത്തെ രാജ്യങ്ങൾ മൊത്തം ഇറാൻ ആക്രമിച്ച രാജ്യത്തിനൊക്കെ തന്നെ ഇതിനെക്കാട്ടിയും 10 നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നപ്പോൾ ആരാണ് യുദ്ധം ജയിച്ചത്? ഒരാൾക്ക് എല്ലാവർക്കും സെയിമായിട്ട് പൈസ നഷ്ടപ്പെട്ടത്. ഓരോ ആയുധങ്ങളും ഒക്കെ, ഓരോ സംവിധാനങ്ങൾ, ഓരോ പാൻറ്റുകളൊക്കെ നഷ്ടപ്പെടുന്നു. അമേരിക്ക ആയുധങ്ങൾ എല്ലാ സംഘം നോക്കുകയാണെങ്കിൽ ഇതേ ഇറാൻ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ മറ്റു രാജ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നപ്പോൾ ആരാണ് യുദ്ധത്തിൽ ജയിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും വെള്ളം നിൽക്കാതെ ഒരു ആക്രമണം ഇറാനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി അതേ നാണയത്തെ തിരിച്ചു കൊടുക്കുകയാണ്. അതേ നാണയം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ യുദ്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പിന്നെ 20 കൂടുന്നു പറഞ്ഞ് അത് കഴിഞ്ഞാൽ 50 ആവും, 100 ആവും, 200 ആവും. നമ്മൾ പെട്രോളൊക്കെ വാങ്ങുന്നത് 300 രൂപയ്ക്ക് ഒരു പിന്നെ പെട്രോൾ വാങ്ങാനുള്ള അവസ്ഥ ആലോചിച്ച് പണിക്കൂർ കൂടുതൽ കേട്ടോ. പണിക്കൂർ കൂടൂല. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൂലി മാത്രമേ ഉണ്ടാവും. അത് ആരും കൂട്ടി കൂല പണിക്കൂലി. എന്നാൽ നമ്മൾ എന്താ അറിയോ? ഇപ്പം 1000 രൂപ നമുക്ക് കൂലി കിട്ടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 700 രൂപൻ്റെ മൂല്യം മാത്രമേ ഉണ്ടാവൂ. അത് ബാക്കി 300 രൂപ ശരിക്കും പറയാൻ വെറുതെ പോയി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മക്കൾ സംഖ്യകളെ പ്രത്യേകം ഓർക്കണം കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ഇതൊക്കെ ശരിയേ. ഓക്കെ എന്നാ.